ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അതർ ചാനൽ ഹൊറർ ബ്രൗൾ. നമ്മുടെ ഈ ഗെയിം വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയർ ഗെയിമാണ്. ഈവൽ നണ്ണും റോഡും കൂടി മൾട്ടിപ്ലെയർ ആണ്. നമ്മളെ പിടിക്കാൻ പറ്റും. നമ്മൾ ആദ്യം എല്ലാവരെയും കൊന്ന് ഹൈഡാവും. അത്രയുള്ള ഗൈസ് ഗെയിം. അപ്പോൾ കളിക്കാം ഗൈസ്. ഇപ്പോൾ എല്ലാത്തിനും അടിച്ച് നോക്കാം ഗൈസ്. ഇവിടെ ചാടണം. നമുക്ക് ആദ്യം ട്രെയിനിങ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അറിയാതെ ഗൈസ് പറഞ്ഞു തരുന്നു. അത്രയേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. ഇത് ആര്യ വർക്കാണെങ്കിൽ അങ്ങോട്ട് പോവാം ഗൈസ്. അടിയിലേക്ക് പോവാം, അടിയിൽ കൂടെ പോവാം. കണ്ട ഞാൻ പറഞ്ഞില്ല, അവനെ നമ്മൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു ഗണ്ണുണ്ട്. ഈ ഗണ്ണല്ല, ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മൾ ഇട്ടു ഗൈസ്. ഇനി നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ട് ഗൈസ്. ആ ഗണ്ണെടുത്ത് കൊണ്ടേക്കാം. ചത്തു. കണ്ട ഗൈസ്, ബുള്ളറ്റും കിട്ടി, നമുക്ക് കുറച്ച് ഡയമണ്ടും കിട്ടി. അതിന് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല ഗൈസ്. ഇനി ഡയമണ്ടും കിട്ടി, ബുള്ളറ്റും കിട്ടി. ഇനി നമുക്ക് അവിടേക്ക് പോകാം. നമ്മളെ AK-47 ആണെങ്കിൽ ഇട്ട് പൂശിരിക്കും കേസ്. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. 100% 10% ഉറപ്പുള്ളൂ. ബാക്കി 90% ഉറപ്പൊന്നുമില്ല. എന്നാലും കളിക്കൂല കേസ്. എനിക്ക് അങ്ങോട്ട് പോയി കൊല്ലാൻ തോന്നുന്നു. എങ്ങനെ കൊല്ലാൻ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? ചത്തു കേസ്. പുഷ് കേസ്. ബെറ്റർ ദേ ആർ ട്രാൻസ്ഫോർമിങ് ഇൻ ടു ഹോറർ വെറ്റർ സ്റ്റാർട്ടിങ് റണ്ണിങ്. ഇത് എന്താ പറഞ്ഞ ആള്? സ്റ്റാർട്ടിങ് ഓടണോ? ആര് പറഞ്ഞേ? ഇൻറ്റു കാശ് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഈവളിലാണ്ട് പിടിക്കാൻ വരുന്നത്. അതന്നെ കേസ് പറഞ്ഞ പോലെ തന്നെ വന്നു. പക്ഷെ എവിടേക്കാണ് ഓടണ്ടേ? ഇതിലേക്ക് ഓടണം എന്ന് പറയണേ. പ്ലാറ്റ്ഫോം എങ്ങോട്ട് ഓടണ്ടേന്ന് അറിയില്ല കേസ്. എവിടേക്ക് ഓടും? കേസ് അവിടെ അങ്ങോട്ട് ആരും പറഞ്ഞുണ്ട്. അപ്പം ഇങ്ങോട്ട് ഓടിയാൽ മതി കേസ്. ഓടിക്കോ കേസ്. ഹൈഡ്. മൊട്ടം കൊണ്ട് ഗ്ലച്ചായി. ഗ്ലിച്ച് ചെയ്യില്ല. ശ്രദ്ധിച്ചോ ഗൈസ്. ഈവളിനാണ് ഞാൻ പറഞ്ഞില്ല ഈവളിനാണ്ട് വരുന്നത്. ഓട്ട് നോക്ക്. ചുറ്റിക്ക് സ്പോട്ട് ഗൈസ്. ഇതൊരു സ്പോട്ടാണ് ഗൈസ്. ഹൈഡിങ് ചെയ്യേണ്ട ഡക്റ്റ്. യു ആർ ഹൈഡിങ് സ്പോട്ടാണെന്ന് ഗൈസ് പറയുന്നത്. എനിക്കറിയില്ല ഗൈസ്. ഇവിടെ നമ്മൾ ഹൈഡിങ് ചെയ്തത് ഗൈസ്. ഓക്സിജനൊക്കെ ഉണ്ടല്ലേ. ഇനി നോക്കാം. മറ്റേ റോഡ് കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. നമുക്ക് പിന്നെ നോക്കാം ഗൈസ്. ഫസ്റ്റ് ഡേ റോഡിന് അപ്സെറ്റാ. ഗൈസ് പൈസ കൊടുക്കണം. ഫോം ഓഫ് ആർട്സ് റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടണം. നമ്മളിത് ഇവനാണ് ഗൈസ്. ഇവനെ തോന്നുന്നു. നമ്മുടെ ഇപ്പം അടുത്ത സൈഡിൽ ഇരിക്കുന്നില്ലേ, ആ കല്ലും കടിച്ചോണ്ട് ഇവൻ കണ്ട എന്താ പറയുക ഗൈസ്. അത് ഞാൻ ചാടിപ്പിടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അയ്യോ ഞാൻ ബട്ടൺ മാറിപ്പോയി. ചാടണ ഞാൻ കുഴിഞ്ഞിട്ടുണ്ട്. ഇത് മറ്റേ ഗെയിമാണ്. സർക്കസിൻ്റെ ഉള്ളിൽ ഞാൻ ഗൈസ്. ഭാഗ്യമുണ്ട്, ബുള്ളറ്റാണ് കിട്ടിയത്. കാറ് കിടക്കണ്ടല്ലോ. ബെൻസല്ല പഴയ മോഡല് BMW ഗൈസ്. ഈസി പൂശി ഗൈസ്. അയ്യോ അടി. എല്ലാം അടിക്കുന്നത് 20 ഷോട്ട് ഒറ്റടി. അടി നിൽക്കണം. ഈസി പൂശി. അവിടെ എന്ത് കിട്ടിയില്ലോ? എന്താണ് കാണില്ല. ചത്തു ഗൈസ്. കുറേ കിട്ടി. നമുക്ക് ഒരു മറ്റേ കവണ പോലത്തെ സാധനം കിട്ടി. അതെങ്ങനെ ഉണ്ട്? കല്ല് വേണോ? കല്ലില്ലല്ലോ നമ്മുടെ കയ്യിൽ. കല്ലാണോ? അറിയില്ല. കാറൊക്കെ ഇവിടെ കുറേ മറ്റേ വാഹനങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൊണ്ട് പറയാനുണ്ട് ഗൈസ്. നമ്മളെ ഗണ്ണെടുത്താലോ? നമ്മൾ മറ്റേ അയ്യോ ഗ്ലച്ച്. നമ്മൾ ആ സാധിക എറിഞ്ഞോണ്ടിരുന്നത് ഓപ്പൺ. ഗ്യാസ് പുറത്തല്ല. സെക്കൻഡ് നമ്മൾ എന്താ പറയണ്ടല്ലോ. എന്തോ ഓപ്പൺ ആവാൻ പോവത്രേ. എനിക്ക് തോന്നുന്നു മറ്റേ ഈവളിനണ്ണ് വരുന്നുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ആയും കേസ്. ഈവളിനണ്ണ് വന്ന് നമ്മൾ പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഈവളിനണ്ണിനെ പറ്റിച്ച് നോക്കാം കേസ്. കേസ് കാണില്ലല്ലോ. ഡെഡ് പ്ലെയർ ഓപ്പനാ. അയ്യോ ഓപ്പൺ ഐഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല കേസ്. ഗ്യാസ് ഈശി പൂശി ഗ്യാസ്. അവിടെ ചെയ്യാൻ പറ്റില്ല. ഞാൻ പെട്ടുട്ടാ. ഇനി എന്ത് ചെയ്യും കേസ്? ഞാൻ പെട്ടു. കാറൊക്കെ അതിൻ്റെ അടി കൊണ്ടിട്ടു. എന്താ റെഡ് ലൈറ്റൊക്കെ അവിടെ ഉണ്ട് കേസ്. അവിടെ ഉണ്ട് തോന്നുന്നു. ഈവളിനാണ് പോകണം. പോയിട്ട് വല്ല വലിയ അരി വിളിച്ചിട്ട് ഓടേണ്ട വലിയ വേണ്ട. അങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ ഗ്ലച്ചാവുമല്ലോ. എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അടുത്ത കേസ്
നമ്മളോട് കളി തോന്നുകൊണ്ട് പോവാ. ഡിഫിറ്റാ അങ്ങനെ അതാണോ? നമ്മളെന്താ ചെയ്യണ്ടേ? ഇവരെ രക്ഷിക്കണോ? അവൾ ജയിച്ചു എന്നാ? വണ്ണാണോ വിണ്ണാണോ? വിണ്ണാണോ വണ്ണാണോ എന്താ അറിയാവോ? എന്തെങ്കിലും ആവട്ടെ, ജയിക്കാം. 9-8 നമ്മുടെ ഒരു ഗെയിമില്ലേ ഇത് ഫ്രീ ഫയർ, പബ്ജി, അതേപോലത്തെ ഗെയിമൊക്കെയാണ് നമ്മുടെ എസ്കേപ്പ്. ഇതിൽ എസ്കേപ്പ് ഇല്ല, ഫയറിങ്, പിന്നെ ഓരോ കില്ലാണ് ഇതിൽ പ്രധാനം. അറിയാലോ, കില്ലിങ്ങാണ് ചില ഗെയിമിലൊക്കെ ഒരാളെ കൊല്ലണം, അതൊക്കെ ആയിരിക്കും പ്രധാനം. ഗൈസ് നമുക്ക് അടുത്ത് വല്ല ഡാനിയൊക്കെ കളിച്ച് കാണാം ഗൈസ്. ഞാൻ കമൻറ്റ് ചെയ്ത് ഞാൻ ഇത് കളിക്കണമെന്ന്. ആരും ഇപ്പം എൻ്റെ ചാനലിൽ കമൻറ്റൊന്നും ആരും ഇടുന്നില്ല ഗൈസ്. ഞാൻ വലിയ സാഡിലാണ്, സെൻറ്റൊക്കെ എടുത്തിരിക്കും ഞാൻ. നിങ്ങൾ കമൻറ്റൊക്കെ ഇടണം ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമിൻ്റെ കമൻറ്റ് ഇട്ടാൽ ഞാൻ കളിച്ചിരിക്കും ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ കളിക്കാം. ഇതിലെന്തെങ്കിലും ഉണ്ടാവും? തുറക്കണമല്ലോ, പെട്ട് തുറക്കാം ഗൈസ്. പൂശി ഗൈസ്. കിട്ടി. തോക്ക്. എം ചേട്ടാ ഞാൻ പോയി. യു ആർ എൻ്റെ അറസ്റ്റ്. എവിടെ പോയി? അയ്യോ കാണില്ലല്ലോ. എവിടെ പോയത്? ഇഞ്ഞു വണ്ടേ കയറി കേസ് ഓടിയാക്കിയോ. അയ്യോ കയറാൻ പറ്റില്ലല്ലോ, ഐസ് ഓപ്പനാ. ഇപ്പോൾ റോഡ് ആദ്യം വരും കേട്ടോ. ഒരു ഡയമണ്ട് അടി പിടിക്കണം കേസ്, എന്നാലും റോഡിനെ കാണാൻ. റോഡ് ജയിക്കുന്ന ഡിഫിറ്റഡ് പ്ലെയർ. ഡിഫിറ്റായത് നമ്മൾ നേരത്തെ വന്നില്ലേ ആ സ്ഥലമല്ലേ കേസ്, മറ്റേ ബെൻസ് കാറൊക്കെ കിടക്കണത് അതന്നെ. 28 അരമണിക്കൂറുള്ളിൽ നമ്മൾ പോകണം കേസ്. ഇവിടേക്ക് പോകാം കേസ്, എനിക്കറിയില്ല. കേസ് ഇവിടെ എന്താ വാട്ട് ഈസ് ദിസ്? അവനടുത്ത് ലേസർ ഗണ്ണാണോ? ബുള്ളറ്റാ. അയ്യോ എന്നെ കൊന്നേ ഗൈസ്. അതെന്താ സാധനം എനിക്കറിയില്ല. എന്തത്? ഇനി വല്ല ഇതിൽ കൂടി ആയിരിക്കും ഇനി ഇവളാണ് വരിക, അതോ റോഡോ? അയ്യോ ഓപ്പണായി. എങ്ങോട്ട് കൊണ്ടേ? എവിടേക്ക് ഓടും? അത് വരും. നമ്മളെന്തോ രക്ഷിക്കണം എന്നോ എന്തോ ആണ്, എനിക്കറിയില്ല കേസ്. ഇവിടെ കുറേ കാറൊക്കെ കിടക്കുന്നു കേസ്. ഇത് മറ്റേ ഈ കാറൊക്കെ കൊണ്ട് ആക്രിക്കട കൊടുത്ത് എത്ര കാശ് കിട്ടില്ലേ? കണ്ട സർക്കസാണ് കേസ്. ഇതിൽ സർക്കസിൽ അഭിനയിക്കുന്ന മെയിനായിട്ട് നമ്മുടെ റോഡാണ് ഇതിൽ അഭിനയിക്കുന്ന കേസ്. അറിയോ റോഡിന് മറ്റേ ഐസ്ക്രീം കൊണ്ട് മാജിക്, അതൊക്കെയാണ് റോഡിൻ്റെ പ്ലാൻ. കേസ് നമ്മളെന്താ ചെയ്യണം കേസ്? ചാത്തൻ സേവയാണ് കേസ്. കണ്ടോ? എനിക്കറിയില്ല കേസ്. നമ്മളൊരു സ്ഥലത്തിൽ ഐസിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് കേസ്. നമുക്ക് പവറൊക്കെ കയറുന്നുണ്ട് കേസ്. നമ്മൾ അയൺമാനായി കേസ്. അയ്യോ എന്ത് ഗ്ലിച്ചായ ഗെയിമിൽ നമ്മുടെ ഉള്ളിൽ കയറി പോകും കേസ്. അതങ്ങനെയാണ്, പോകാൻ പറ്റില്ലല്ലോ. എന്തത് കേസ്? നമ്മൾ കല്ലൊക്കെ പോണു. കേസ് നമ്മളാണ് ജയിച്ചത്. ഡിഫീറ്റ് ആയിട്ടുണ്ടാവും. പ്ലീസ് വെയിറ്റ്. ഡിഫീറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ജയിക്കും. അറിയില്ല എന്താ ചെയ്യുന്നത് നമുക്കവിടെ, അതറിയില്ലല്ലോ. ജയിച്ചു തോന്നുന്നു. ജയിച്ചാ ചത്ത് ഡിഫീറ്റ് ഒന്നും കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ ജയിച്ചിട്ടുണ്ടാവും. ഒരെണ്ണം കൊണ്ട് കളിക്കാം കേസ്. ഇത് മറ്റേ സ്മൂത്ത് ഗെയിമാണ് കേസ്. നമ്മളെ ഈസിയാണ്, നമുക്ക് നോർമലായി കളിക്കാം. നമ്മുടെ റോഡ് അത്ര ശല്യമൊന്നുമില്ല, കളിക്കാം കേസ്. ഒന്നുകൂടി കണക്റ്റിങ്ങാണ് ഇത്തിരി പ്രോബ്ലം. നമ്മളെ വൈഫൈ ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഇത് കിട്ടും ഗ്യാസ്. മറ്റേ എനിക്ക് വൈഫൈ ഒന്നും ഇല്ല, പ്ലീസ് വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൈഫൈ ആണ് നമുക്ക് ഈ ഗെയിംസിൻ്റെ പ്രധാന ലക്ഷ്യം. വൈഫൈ ഒരു PC നമ്മൾ വിചാരിക്കാം. PC ഗെയിമൊക്കെ കമ്പ്യൂട്ടറിലല്ലേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് CD ഇട്ട് കളിക്കണം. അങ്ങനത്തെ ഗെയിമൊക്കെ ആണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കളിക്കുന്നതുകൊണ്ട് നമുക്കറിയില്ല. അത് പ്ലേ സ്റ്റോറിൽ വന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ പേടിയുണ്ടാവും. പിന്നെ നമ്മളിത് കളിച്ചിട്ട് നമുക്ക് ഇപ്പോൾ നിരോധിച്ചാൽ ചിലപ്പോൾ ആദ്യമേ അത് ഇറങ്ങും. അപ്പോൾ വല്ല
ഇത് മറ്റേ പ്ലേ സ്റ്റോറിൽ ഇറങ്ങാത്ത ഗെയിമൊക്കെ കളിച്ച കുറേ പ്രോബ്ലമും ഉണ്ട്. നമുക്കറിയില്ലല്ലോ ഈ ഗെയിം എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തേക്കണമെന്ന്. അതുകൊണ്ട് ഇത്തിരി പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പ്ലേ സ്റ്റോറിൽ ഇറങ്ങുന്ന ഗെയിംസ് കളിച്ചത്. ഈ ഹൊറർ ബ്രൗൾ എന്ന ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ കളിച്ചു. മറ്റേ ഗ്രാനിയൊക്കെ അവൈലബിൾ ആണല്ലോ. ഗ്രാനി 4 പി സി ഗെയിമുണ്ട്, 5 അതുകൊണ്ടാണ് പറഞ്ഞത്. അതാണ് അത് പി സി ഗെയിം കുറേ ദിവസമൊക്കെ എടുക്കും. ഈ ആദ്യത്തെ ഗെയിമൊക്കെ പി സി ആയിരിക്കും, കമ്പ്യൂട്ടർ കളിക്കുക. അവരെന്ത് കമ്പ്യൂട്ടർ കളിച്ച് അവർക്ക് മനസ്സിലാവണം. അതിനകത്ത് നല്ല ഗെയിമാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇറക്കും, അല്ലെങ്കിൽ ഇത് അപ്പം നിരോധിക്കും. അതും അല്ലെങ്കിൽ ഈ കൊച്ചുകുട്ടികളൊക്കെ കളിച്ചിട്ട് പേടിക്കും. അങ്ങനെ ആ ഗെയിമൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നിരോധിക്കും. നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഗെയിമൊക്കെ നിരോധിച്ചിട്ട്. നിങ്ങൾക്കറിയാം, ഞാൻ കുഞ്ഞിനെ കളിച്ച ഗെയിമാണ് കേസ് നമ്മുടെ വിജയ് ഇല്ലേ, തലപതി വിജയ്. അപ്പോൾ അവർ ഓടുമ്പോൾ കാള കുത്താൻ വരും കേസ്. ആ ഗെയിം അത് ഇപ്പോൾ അവിടെ വരുന്ന കേസ് അത് നിരോധിച്ചു. അതിൻ്റെ കൂടെ ഇറങ്ങിയതാണ് സർക്കാരിൻ്റെ ഗെയിം തല്ലണത്. ആ ഗെയിം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ. ഇടുക്കാച്ച ഗെയിമായിരുന്നു. ഓടുക, ഇത് കാള നമുക്ക് കുത്തും, നമ്മളിറങ്ങി ഓടണം. നല്ല ഗെയിം. അതൊക്കെ നിരോധിച്ചു. ഇപ്പോഴത്തെ ചില ഗെയിമൊക്കെ നിരോധിക്കുകയാണ് കേസ്. അതെന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ആ കിട്ടുന്ന പ്ലേ സ്റ്റോറൊക്കെ അടിച്ചിട്ട് കിട്ടണില്ല. കുറേ കൊള്ളായി. എനിക്ക് ഒരു 6-8 വയസ്സൊക്കെ ഉള്ളപ്പോൾ വന്ന ഗെയിം. ലോക്ക്ഡൗൺ ഇല്ലേ, ലോക്ക്ഡൗൺ. 8 ഉണ്ടോ, 8-7 വയസ്സുണ്ടായിരുന്നപ്പോൾ വന്ന നല്ല 9 വയസ്സൊക്കെ, 9-10 10 ഉണ്ടായില്ല, 9 വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ വന്നായിരിക്കും. 9 8 വയസ്സിന് വന്നായിരിക്കും. 8 വയസ്സിന് അപ്പോഴൊക്കെ ഇറങ്ങിയ ഗെയിം സെറ്റായിരുന്നു ഗെസ്. ഞാൻ ഗെയിമൊക്കെ ഞാനിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഗെയിം അതായിരുന്നു. ഇതേ വിഞ്ഞാത്താത്ത നമുക്കിടപ്പം നിൽക്കും ഗെസ്. ജയിച്ചാലോ, ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ കേസ്. ഒരാൾക്ക് ഓരോ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അതേപോലെ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ്. നമുക്ക് കുഞ്ഞ് സ്നൈപ്പർ ഗണ്ണും ഉണ്ട്, മറ്റേ ഷോട്ട് ഗണ്ണ് പോലത്തൊരു ഗണ്ണും, പിന്നെ നമ്മുടെ ഇതായിരുന്നു ഗെയിം ഗണ്ണ് കൂടി ഉണ്ടല്ലോ, ഈ പറഞ്ഞല്ലോ റിവോൾവറാ എന്തായിരുന്നു മറ്റേ ആ ഗെയിമില്ല, അത് പോലീസുകാരനൊക്കെ ഉള്ളത്. അതേപോലെ ഗണ്ണ് അതൊക്കെ ഉണ്ട്. നമ്മുടെ ഗ്രാനി 2 നമ്മുടെ ഷോക്കിൻ്റെ ഗണ്ണില്ലേ, ഷോക്കിൻ്റെ ഗണ്ണ്. അതേപോലത്തെ സാധാ ഗണ്ണില്ലേ, അതാണ് പേര് മറന്നു പോയി. എന്തായിരുന്നു ഗൈസ്, പേരറിയെങ്കിൽ കമൻറ്റ് ഇട്, ഞാൻ മറന്നുപോയി. ഇത് ഷോട്ട് ഗണ്ണ് തന്നെ, ഒറ്റ വെടി ചാവണ്ട. അവൻ്റെ കയ്യിൽ മറ്റേ മിഷൻ ഗണ്ണുണ്ടോ, മിഷീനല്ലോ, എന്താ നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ അല്ലേ പൊട്ടിത്തെറിക്കുന്നത്. ജയിച്ചു ഗൈസ് തോന്നുന്നു. പൊസിഷൻ 2. പൊസിഷൻ 2 നമ്മളെത്ര ജയിച്ചു ഗൈസ്. അതാണ് ആദ്യം പൊസിഷൻ 3 അല്ലേനോ, ഇപ്പോൾ 2 ആയി. എന്നാൽ ഇടയ്ക്ക് ഒരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യം കയറി വന്നു. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പരിപാടി. പരസ്യമൊക്കെ എന്തിനാണ് ഗെയിമിൽ? നമ്മൾ നെറ്റൊക്കെ ഓണാക്കി വെച്ചാൽ ആ പരസ്യം വരണമെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ഓഫ് വെച്ച് കളിക്കും, പക്ഷേ ഓഫ്ലൈൻ ഗെയിംസിലൊക്കെ അതങ്ങനെ പറ്റുള്ളൂ. നമ്മൾ നെറ്റൊക്കെ വേണ്ട ഗെയിംസ് ആണെങ്കിൽ പറ്റില്ല കേസ്. അത് 100% ഉറപ്പ്. ഇതെന്ത് ഗെയിമാണ് കേസ്, കളിച്ചു നോക്കാം കേസ്. സോറി, നമുക്കൊക്കെ ഇതത്ര പേടിയൊന്നും വേണ്ടല്ലോ, കാരണം അത് ഹൊറർ ഗെയിംസൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഹൊറർ ഗെയിംസ് കളിച്ചിട്ട് എല്ലാം ബ്ലേവിങ് അല്ലോ, പിന്നെ സ്കാരി വിത്തും ഫ്രണ്ട്സ്, പിന്നെ ഇതും എത്ര കളിച്ചത്. വേവിയെല്ലാം എനിക്ക് ഇത്തിരി പേടി വന്നു, എന്നാലും കളിച്ചു. അവസാനം 2 വീട്ടുന്ന സ്ഥലത്തൊക്കെ എനിക്ക് പേടി വന്നു, കാരണം അത് ഓടണം, നല്ല ഓടണം. ഞാൻ കുറേ പ്രാവശ്യം പോയില്ലേ, അത് പിടിച്ചു തന്നെ. എനിക്കറിയാൻ കേസത്. ഇതിൻ്റെ ഞങ്ങൾക്ക് റോഡിൻ്റെ ഒരു ഗെയിമുണ്ട്, അത് കളിച്ചു നോക്കാം കേസ് എങ്ങനെയാണെന്ന്. ഇതേപോലെ റോഡ് നമ്മൾ കണ്ടില്ലേ. കേസതും ഇത് കണ്ടിന്യൂസ്ഡായി കളിക്കുന്ന ഗെയിമാണ്, അതുകൊണ്ട് സ്കിപ്പിംഗ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ഇടുന്നില്ല. ഇടയ്ക്ക് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് ഇടാൻ പറ്റുന്ന ഒക്കെ ഉള്ളൂ. സ്മൂത്ത് ഗെയിമാണ് കേസ്. നിങ്ങൾക്കൊക്കെ കളിച്ചാൽ ഇഷ്ടപ്പെടും. മറ്റേ എന്താണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ കുഴപ്പമുണ്ടായില്ല. ഹോറർ അത്ര ഇല്ലല്ലോ. നമ്മളെ കമലൊക്കെ ആണെങ്കിൽ കുട്ടികൾ മേടിക്കും, കാരണം കമല നല്ല ഒരു ഹോററാണ്, ടെലികാസ്റ്റിങ്. മറ്റേ ഒരു മൂവിയിലൊക്കെ ഉണ്ടാവില്ലേ, സിനിമയിലൊക്കെ പ്രേതം 5-ാം പാതിര, അതേപോലത്തെ. അത് ഹോററല്ല, അത് മറ്റേതാണ്, ക്രൈമിൻ്റെ ആണ്, ത്രില്ലർ മൂവി. എനിക്കത് പേടി. മാസ്ക് എടുത്തില്ലേ, അതാണ് എനിക്ക് പേടി. മാസ്ക് എടുത്ത് ഞാൻ കുഞ്ഞിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല പേടിയാണ്. എനിക്ക് 10 വയസ്സിൽ ഉണ്ടായിരുന്നപ്പോൾ ഇറങ്ങി. 10 വയസ്സ് ആണ്, 10 വയസ്സുള്ളപ്പോൾ ഇറങ്ങിയത് ഗെയിം ഐസ്. അപ്പം ഈ വൈൻഡപ്പ് ചെയ്യാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ
എല്ലാവർക്കും ഗെയിം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ അടുത്ത ഏത് ഗെയിം കളിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.